മോളെ, അമ്മായി ഒളിവും മറയില്ലാതെ ആ കാര്യത്തിലോട്ട് അങ്ങ് കിടക്കാം. അമ്മായി വന്നേക്കുന്നതേ മോളുടെ കാര്യത്തിന് ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാ. എന്ത് തീരുമാനം അമ്മായി? ദേ ഇവന് ഈ ചിങ്ങം കഴിയുമ്പോ 28 വയസ്സാവും. മോൾക്കിപ്പോ 25 വയസ്സായില്ലേ? നിങ്ങളുടെ കല്യാണക്കാര്യത്തെ പറ്റിയാണ് അമ്മായി പറയുന്നത്. അതിനൊരു തീരുമാനമാക്കണ്ടേ മോളെ? ആ, അതാക്കണോ അമ്മായി? കണ്ടോടാ, ഞാൻ പറഞ്ഞില്ലേ ശ്രുതി മോൾക്ക് ഈ കല്യാണത്തിന് സമ്മതമായിരിക്കുമെന്ന്. എങ്കിൽ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട മോളെ, നമുക്ക് ഈ കാര്യം എത്രയും വേഗം ഒന്ന് നടത്താം. അതിനിപ്പോ എന്താ അമ്മായി? അല്ല, ആ പുണ്യേട്ടന്റെ പെണ്ണെവിടുന്ന? മോളെന്താ തമാശ പറയുകയാണോ? അമ്മായി പറഞ്ഞതേ മോളും അപ്പുണ്ണിയായിട്ടുള്ള കല്യാണക്കാരിയാ. അതെങ്ങനെ അമ്മായി ശരിയാവുന്നേ? അപ്പുണ്ണിയേട്ടൻ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ. പണ്ട് ഞാൻ അങ്ങനെ തന്നെയാ കണ്ടിരുന്നേ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതിനൊരു മാറ്റവും ഇല്ല. അല്ല മോളെ, മോളിപ്പൊ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത്രയും കാലം എന്റെ മോൻ മോളെ മനസ്സിൽ കൊണ്ട് നടക്കുമല്ലായിരുന്നോ? അതെന്റെ തെറ്റല്ലല്ലോ അമ്മായി. എന്റെ കല്യാണം അത് ഞാൻ തീരുമാനിക്കുമ്പോ ഞാൻ തീരുമാനിക്കുന്ന ആളുമായിട്ട് നടക്കും. അതേതായാലും അപ്പുണ്ണിയേട്ടനാവില്ല. അമ്മായി അപ്പുണ്ണിയേട്ടനും വന്ന എല്ലാ കാര്യത്തിനും സഹകരിച്ചാ മതി. നിങ്ങളുടെ സ്നേഹം അന്നേരവും കണ്ടാ മതി. ഓ നാശം, അപ്പൊ സ്വത്ത് കൈവിട്ട് പോയി. ഇനിയിപ്പോ ഇവിടെ എന്തിനാ ഇരിക്കുന്നെ? കൊള്ളാം മോളെ, കൊള്ളാം. അമ്മായിയോട് മോളുടെ അപ്പുണ്ണിയേട്ടനോട് ഈ ചെയ്തതിനൊക്കെ വളരെ ഉപകാരമുണ്ട്. ഞങ്ങൾ ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? വേടാ, നമുക്ക് പോയേക്കാം. അല്ലമ്മായി, കുറച്ചു ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട്. ആ, ഞാൻ ഇപ്പഴാ ഓർത്തത്, കോഴിക്കൂട് അടയ്ക്കാൻ മറന്നുപോയി. വേഗം ചെന്നില്ലെങ്കിലേ കോഴികളെ ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ട് പോകും. എങ്കിൽ ശരി അമ്മായി, വേഗം ചെല്ല്. ഇനി കോഴിക്കൂട്ടിൽ കുറുക്കൻ കയറണ്ട. ദേ അമ്മായിയുടെ കുറുക്കൻ കുഞ്ഞിനെ അവിടെ വിളിച്ചോണ്ട് പൊക്കോ. ഏ, എന്താ മോളെ പറഞ്ഞു? അല്ല, അപ്പുണ്ണിയേട്ടനെ കൂടെ കൊണ്ടുപോക്കോളാൻ. വാടാ ഇങ്ങോട്ട്.